ഹിഗ്വിറ്റ ഡയറക്റ്റഡ് ബൈ ഹേമന്ത്. ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് 3G ആയിട്ട് പൊട്ടി പാളിസായി പോയ ഒരു സിനിമയാണ് ഹിഗ്വിറ്റ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിലാണ് അത് OTT ഇറങ്ങിയത്. ഒരു സിനിമ എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തീരെ പ്രതീക്ഷയില്ലാതെ കണ്ട ഒരു സിനിമയാണ്. വെറുതെ അത് OTT ഇറങ്ങിയതാണ്. ഒരു മലയാള സിനിമ തന്നെ സ്വരാജ് ഒക്കെ ഇതിൽ. അപ്പോൾ അത് പിന്നെ സ്വരാജ്, ധ്യാൻ ശ്രീനിവാസൻ, അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഇരുന്ന് കണ്ട് നോക്കിയതാണ്. പക്ഷേ ഒറ്റ കാര്യം ഉറപ്പാണ്, ഇത് തിയേറ്ററിൽ കിട്ടേണ്ട ഒരു അപ്രിസിയേഷൻ ഈ സിനിമയ്ക്ക് കിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. കാരണം സിനിമ നല്ലൊരു സിനിമയാണ്. സിനിമയിൽ മറ്റേ കുറവുകളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു നെഗറ്റീവ് പറയാനായിട്ട് ഒരു കുറവ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പക്ഷേ ചില എഡിറ്റിങ്ങിൻ്റെ ഭാഗത്ത് വന്ന ചില സംഭവം, അതായത് ഒരു സീനിന് ഇങ്ങനെ സിനിമ കണ്ടു പെട്ടെന്ന് അടുത്ത സീനിലേക്ക് പോണ ഒരു സംഭവമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെ ഒരു റൂമിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന് നടക്കണൊക്കെ സീനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തുടങ്ങിയപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ 2 സെക്കൻഡ് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ നടത്താൻ തുടങ്ങുന്നത്. ആ ഷൂട്ടിങ്ങിൽ ആക്ഷൻ പറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സിനിമയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് തോന്നിയതാവും ലൈക്ക് ഉൾപ്പെട്ട പോലെ തോന്നി. പിന്നെ അതേപോലെ തന്നെ സിനിമേൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു വലിച്ചു നീട്ടാൻ പോലെ ലാഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കുറച്ചൊന്ന് പേസ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ചവിട്ടി പിടിച്ച പോലെ സിനിമേൻ്റെ ഒരു ചില സമയങ്ങളിൽ തോന്നി. പ്രത്യേകിച്ച് ഇത് 2.5 മണിക്കൂർ സിനിമ, ഒരു 1-1.5 മണിക്കൂർ കഴിയണ സമയത്ത് കുറച്ചൊരു സമയം അങ്ങനെ ഒന്ന് പോണ പോലെ തോന്നി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദി മൂവി ഈസ് ഗുഡ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അത് ഹിഗ്വിറ്റ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഞാൻ അറിയുന്നത് ഇത് OTT ഇറങ്ങിയപ്പോഴാണ്. അപ്പോൾ അത് പ്രൊമോഷൻ്റെ ഒരു കുറവാണ്. അതിപ്പോൾ മമ്മൂട്ടിൻ്റെ സിനിമകൾ വരെ മമ്മൂട്ടി പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. അത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോയെന്നല്ല അറിയില്ല, ഇങ്ങനെ ആവശ്യത്തിന് നടന്നിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അങ്ങനെ സിനിമ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു പ്യൂർലി ഒരു പൊളിറ്റിക്കലാണ്. ഡ്രാമയാണോ ത്രില്ലറാണോ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ മൂവിയാണ്. സ്വരാജ് ഒരു വലിയൊരു പൊളിറ്റിക്കൽ ലീഡറായിട്ടാണ് സ്വരാജിൻ്റെ ഒരു ക്യാരക്ടർ വന്നിട്ടുള്ളത്. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഒരു എന്താണെന്നുള്ള ഞാൻ പറഞ്ഞില്ല, ഒരു പേടിത്തൊണ്ടനായിട്ട് നല്ലൊരു ക്യാരക്ടറാണ് ധ്യാൻ്റെ. അപ്പോൾ അതുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ, പിന്നെ എങ്ങനെയാണ് സ്വരാജിൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ ലൈഫിലേക്ക് എങ്ങനെയാണ് ധ്യാനം കിടക്കുന്നത്, അങ്ങനെ അതൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പക്ഷേ എന്താണെന്നറിയോ, നാട്ടിൽ നടക്കുന്ന അതേ പൊളിറ്റിക്സ് ഒക്കെ തന്നെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അത് പറ്റത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സിനിമയിലെ എവിടെയും നമുക്കൊരു വൺ മാൻ ഷോ കാണാൻ വേണ്ടി പറ്റില്ല. അതായത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ നടക്കുന്ന സമയത്ത്, അതായത് പൊളിറ്റിക്സിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇങ്ങനെ നടക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നത്, അതങ്ങനെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ പോകുന്നത്. അതല്ലാതെ ഒരു ഒറ്റക്ക് ധ്യാൻ ശ്രീനിവാസൻ അല്ലെങ്കിൽ സ്വരാജ് വന്നിട്ട് ഒറ്റക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ അടിക്കണം, മാസ് കാണിക്കണം, മുണ്ട് മടക്കി കുത്തണൊക്കെ സീനുണ്ട്. പക്ഷേ അത് നല്ല രസമെന്ന് കാണാൻ, അതൊക്കെ മാസമായിട്ട് തന്നെയാണ് എടുത്തിട്ട്. പക്ഷേ ഇത് ഈ പറഞ്ഞ ഈ വൺ മാൻ ഷോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി പറ്റി. പക്ഷേ ഞാൻ പറഞ്ഞ ഗംഭീര സിനിമ അതൊന്നുമല്ല, ഭയങ്കര ത്രില്ലിങ് അങ്ങനൊന്നല്ല. പക്ഷേ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, അത് നല്ല രീതിയിൽ അവർ എടുത്തിട്ടുണ്ട്, റിയലിസ്റ്റിക് ആയിട്ട് അവർ എടുത്തിട്ടുണ്ട്. പിന്നെ പ്രഡിക്റ്റബിൾ അല്ല, അതാണ് ഈ സിനിമേൻ്റെ ഒരു ഇത്. അത് ടിസ്റ്റ് വരുന്നത് ക്ലൈമാക്സിലാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പ്രഡിക്റ്റബിൾ ഇല്ല, നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുണ്ടോ എന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയുള്ളൂ. പക്ഷേ അത് കണ്ട സമയത്ത് ഇങ്ങനെ ഒരു സംഭവമാണ് വരാൻ പോകുന്നതെന്നുള്ളത് ക്ലൈമാക്സിൽ അങ്ങനെ കൊണ്ട് പോയി സിനിമ അവസാനിക്കുന്നുള്ളൂ എനിക്ക് പേഴ്സണലി ഞാൻ തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സിനിമ കണ്ടിരിക്കുമ്പോൾ. പിന്നെ സിനിമേനെ വീക്കായി തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആർട്ട് വർക്കാണ്. ചില ആർട്ട് വർക്കാണ് അത് ചില സമയത്ത് ഒരു സെറ്റ് ഇട്ട സംഭവങ്ങൾ സെറ്റാണ് എന്നുള്ളത് എടുത്ത് കാണിക്കണ പോലെ എനിക്ക് പേഴ്സണലി സിനിമയിൽ പല ഭാഗങ്ങളിലും തോന്നി. പിന്നെ BGM അത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസിങ് ആയി എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ചില സമയത്ത് നല്ലതായിട്ട് തോന്നി, പക്ഷേ ഭൂരിഭാഗ സമയത്ത് വെറുതെ BGM അടിച്ച് കയറ്റി, അത് ആവശ്യമുള്ളിടത്തില്ലാത്തടത്തും ഭയങ്കര ഒച്ചയിൽ അത് BGM എന്ന് പറയുമ്പോൾ അങ്ങനെ എടുത്തിട്ട് വരും. അങ്ങനത്തെ മ്യൂസിക് വരുമല്ലോ ചിലപ്പോൾ, അത് അങ്ങനത്തെ ഒരു മ്യൂസിക് ആയ പോലെ എനിക്ക് തോന്നി. പക്ഷേ പെർഫോമൻസിൽ സ്വരാജിൻ്റെ പെർഫോമൻസ് ശരിക്കും സ്വരാജ് വരുന്നതിന് ശേഷമാണ് സിനിമേൻ്റെ ആ ഒരു സ്വഭാവം മാറുന്നത്. പിന്നെ സ്വരാജാണ് ഇതിലൊരു മെയിൻ എന്ന് പറയുന്നത്, സ്വരാജ് തന്നെയാണ്. പക്ഷേ ധ്യാൻ നല്ല രീതിയിൽ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് ധ്യാൻ്റെ പെർഫോമൻസ് എനിക്ക് തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് കിട്ടേണ്ട ഇമ്പാക്റ്റ് നമുക്ക് കിട്ടാതെ പോകും ഈ ധ്യാൻ്റെ പെർഫോമൻസ് കാരണം. ഇതിന് കുറച്ചൊരു ബാക്കിക്കാണ് ധ്യാൻ്റെ പെർഫോമൻസ്. എനിക്കത്ര ഒരു മൊത്തത്തിലൊരു സുഖം തോന്നിയില്ല ധ്യാൻ്റെ പെർഫോമൻസ്. ചില സമയത്ത് ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു സംഭവമാണ്, പക്ഷേ നമുക്ക് ഒരു മാസമായിട്ട് കിട്ടേണ്ട ചില സംഭവങ്ങളുണ്ട്. അത് ഹോസ്പിറ്റലിൽ നിന്ന് സ്വരാജ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ചില സംഭവങ്ങൾ പറയുമ്പോൾ ധ്യാനം ചിരിക്കണമൊക്കെ സീനുണ്ട്. ശരിക്കും അതൊക്കെ നല്ല മാസമായിട്ട് വരുന്ന സാധനമാണ്. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ അത് എവിടെയും കൂടിയൊക്കെ ഒന്ന് പാളി പോയ പോലെ എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ അതിൻ്റെ പാട്ടുകൾ ഞാൻ കേൾക്കാൻ വന്നിട്ടില്ല, വെറുതെ അടിച്ച് കയറ്റി ഭയങ്കര ഒച്ച പാട്ട് ഇങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ട് രാഷ്ട്രീയ പാട്ടുകളുണ്ടല്ലോ നമ്മുടെ മെക്സിക്കൻ ഭാരതത്തൊക്കെ അങ്ങനെ അതാണെന്നുള്ളതല്ല. അപ്പോൾ രാഷ്ട്രീയം പൊളിറ്റിക്കൽ മൂവി എന്ന് പറയുമ്പോൾ വരുന്ന പാട്ടുകളുണ്ടല്ലോ, അത് നല്ലവരെടുക്കണമെങ്കിൽ സെറ്റാണ്. പക്ഷേ ഇതിൽ അങ്ങനെ അത്ര കൺവിൻസിങ് ആയി എടുത്തിട്ടുണ്ട് എന്നൊക്കെ തോന്നിയില്ല. അങ്ങനെ മൊത്തത്തിൽ സിനിമ നല്ലൊരു സിനിമ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിനേക്കാളും ലോക്കൽ സിനിമകൾ ഇവിടെ നല്ല രീതിയിൽ വിജയിച്ച് പോകുന്നുണ്ട്. തിയേറ്ററിൽ ഇറങ്ങിയിട്ട് പൊട്ടിയതിൻ്റെ കാരണം ഇവർ തന്നെയാണ് നല്ല രീതിയിൽ ഇവർ പ്രൊമോട്ട് ചെയ്തില്ല. ഈ സിനിമയിൽ ഒറ്റ ഇൻ്റർവ്യൂ പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവർ എന്തിനാണ് സിനിമ എടുക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാറുള്ളത്. കാരണം അത് വെറുതെ സിനിമ എടുത്ത് വെച്ചിട്ട് ആൾക്കാർ നാട്ടിൽ കാണാതിരിക്കാൻ വേണ്ടി ഇറക്കിയ സിനിമ എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പം അതിനിറക്കിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ സിനിമ നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമ. ഞാൻ ഗംഭീരമെന്നൊന്നും പറയില്ല, പക്ഷെ എന്നാലും ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ മൂവീൻ്റെ ഒരു പ്ലോട്ടിൽ വരുന്ന ഒരു സിനിമ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു നല്ലൊരു സിനിമയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ട് പോകുന്ന സിനിമകൾ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമാണ്.
ഫാൻസർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ഒരു മൂവി അങ്ങനത്തെ ഒരു ഗണത്തിൽപ്പെട്ട സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ആർ പ്രോപ്സ് സൈനിങ് ഔട്ട്.